വേറെ ഒന്ന് തൊഴിൽ വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസ് മോഡൽ. അത് മോദി സർക്കാർ ആദ്യം ഭരണത്തിൽ വന്നപ്പോൾ തന്നെ ആദ്യ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് വെച്ച് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരുന്നു. കേരള മോഡൽ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഇന്ത്യ മുഴുവനും കൊണ്ടുപോകണമെന്ന്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഉത്സാഹം കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, യു പിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്, വിമൻ മൈക്രോ എൻ്റർപ്രൈസസ്. പക്ഷേ പോരാ, കേരളത്തിൽ 45 ലക്ഷത്തിലധികം കുടുംബശ്രീകളുണ്ട്. അവർ തന്നെ ഒരുപാട് മൈക്രോ എൻ്റർപ്രൈസസ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഓർമ്മിക്കുക, സുഭിക്ഷ എന്നൊരു കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ പേര് ഞാൻ പറയാം. പേരാമ്പ്ര 7000 കുടുംബശ്രീകൾ ചേർന്ന് നടക്കുന്ന ആ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് തെങ്ങിൽ നിന്ന് തന്നെ 41 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ ഉൽപ്പന്നം വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ അങ്ങനെ അങ്ങ് പോകും ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ തൊട്ട് ചൂല് വരെയുള്ള ഉൽപ്പന്നങ്ങൾ, 41 ഉൽപ്പന്നങ്ങൾ തെങ്ങിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് തെങ്ങിനെ കൽപ്പവൃക്ഷമാക്കി തന്നെ അവർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത്ര അനന്ത സാധ്യതകളാണ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും, അതായത് പോഷകാഹാര ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടും. അതുകൊണ്ട് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് കേരള ടൈപ്പ് ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുക. അത് മുദ്രാ ലോണുമായിട്ട്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെൻറ്ററുമായിട്ട് ഒക്കെ ലിങ്ക് ചെയ്യുക ഈ പറയപ്പെട്ട സംരംഭങ്ങളെ. അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമാകാം. അപ്പോൾ ഈ സംരംഭങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാതെ പിന്നെ വളർന്നു പോകും. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായാൽ മാത്രമേ, അത് ഓർമ്മിക്കുക, ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനാണ്. കഴിഞ്ഞ 2023 ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് 144 കോടി 17 ലക്ഷമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതായത് ഇന്ത്യയിലെ ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷൻ, രണ്ടാമത്തെ പോപ്പുലേഷൻ ചൈനയാണെന്നറിയാമല്ലോ. അപ്പോൾ ഈ ഒന്നാമത്തെ പോപ്പുലേഷന് തൊഴിൽ കൊടുത്ത് ദാരിദ്ര്യമില്ലായ്മ ചെയ്ത് വളർച്ചയിലേക്കും മൂന്നാമത്തെ സമ്പദ്ഘടനയായിട്ടുമൊക്കെ ഉയർത്തണമെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയോടെ പോളിസി മേക്കിംഗ് ഒക്കെ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ അതുപോലെ MB ഫണ്ട് എന്നും പറഞ്ഞ് വലിയ തോതിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇതാരും ഒന്ന് മോണിറ്റർ ചെയ്യാത്തതിൽ എനിക്ക് വലിയ അത്ഭുതവും ദുഃഖവുമുണ്ട്. തീർച്ചയായിട്ടും നിർമ്മല സീതാരാമൻ അതിനുള്ള നടപടികൾ എടുക്കണം. MB ഫണ്ട് കൊടുക്കുന്ന MB ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു, ആൻ ഇവാലുവേഷൻ ഓഫ് MB ഫണ്ട് യൂട്ടിലൈസേഷൻ. എന്നിട്ട് ആ MB ഫണ്ട് കൊണ്ട് തന്നെ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗങ്ങളിൽ പറ്റുമോ ആ മാർഗങ്ങളിലൊക്കെ തൊഴിൽ ലഭ്യമാക്കി എന്ന് ഉറപ്പ് വരുത്തക്ക രീതിയിൽ വേണം MB ഫണ്ടിൻ്റെ വിനിമയം പ്രയോജനപ്പെടുത്തൽ എന്നതുകൂടി ഒന്ന് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ബജറ്റിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല. ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ അഭാവം മൂലമാണ് പല തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇവർ വിധേയരായി പോകുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസി മുഴുവൻ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷന് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാകത്തക്ക രീതിയിലുള്ള എന്ത് തരത്തിലുള്ള എഡ്യൂക്കേറ്റീവ് എന്താണ് പറയൽ കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിച്ച്, അത് സെമിനാറുകളാകട്ടെ അല്ലെങ്കിൽ പിന്നെ മോദിയുടെ പ്രസംഗങ്ങളാകട്ടെ. മോദിയുടെ പ്രസംഗമൊന്നും എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കത്തില്ല. തന്നെയുമല്ല, അദ്ദേഹം ഒരു ഭാഷയിലാണ് പറയുന്നത്. അത് ഇന്ത്യയിലെ സംസാര ഭാഷയായ 700 ചില്ലുവാനും ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമെങ്കിൽ അങ്ങനെ ആയാലും വേണ്ടില്ല. ഏതായാലും ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി നല്ല അവബോധം ഇവിടുത്തെ പോപ്പുലേഷൻ ഉണ്ടാകണം. ഈ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നു എന്ന ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെ സൂയിസൈഡ്സും മറ്റതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നതും തടയപ്പെടണം. പിന്നെ അതുപോലെ ഇനി തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി പറയുമ്പോൾ അത് കൃഷിയുമായിട്ട് ലിങ്ക് ചെയ്യാം. നമുക്കറിയാം, കൃഷി ഇപ്പോൾ 48% ജനങ്ങൾക്ക് ജീവനോപാധി എന്ന് വെച്ചാൽ തൊഴിലും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നു കൃഷി. അതുപോലെ തന്നെ ഈ 144 കോടി 17 ലക്ഷം ജനങ്ങളുടെയും ഫുഡ് സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി
കഴിഞ്ഞ ബജറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം, ഒരു 1 മാത്രമാണ്, 1.49% മാത്രമാണ് മാറ്റിവെച്ചത്. 1.5% പോലും ഇല്ല മാറ്റിവെച്ചത്. അതുപോരാ, കൃഷിക്ക് വേണ്ടി വലിയ തോതിൽ തുക മാറ്റിവെക്കണം. അതുപോലെ MGNREGP തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ ബജറ്റിൽ 86,000 കോടിയാണ് മാറ്റിവെച്ചത്. പക്ഷേ അതിന് മുൻപിലത്തെ ബജറ്റിൽ, അതായത് 2022-23 ബജറ്റിൽ 1,05,000 കോടിയായിരുന്നു. അതാണ് കഴിഞ്ഞ വർഷം 86,000 കോടിയായിട്ട് കുറഞ്ഞത്. ഓർമ്മിക്കുമല്ലോ, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം തൊഴിലില്ലായ്മയാണ്. അങ്ങനെ തൊഴിലില്ലായ്മ രൂക്ഷമായ ഇന്ത്യയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ടിങ് കുറച്ച് കളയുന്നു എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ ഞങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന് കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ തൊഴിലില്ലായ്മ ഫണ്ട് 86,000 കോടി എന്നത് 1,86,000 കോടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും അത് 1,10,000 കോടി എങ്കിലും ആക്കി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ കൂടുതൽ തൊഴിലവസരങ്ങൾ അതുവഴിയായിട്ട് സൃഷ്ടിക്കാൻ പറ്റൂ. അതുമാത്രവുമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി തന്നെ 330 രൂപയാണ് ഒരു ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ താഴെയാണ് ഇന്ത്യയിലെ ശരാശരി ഡെയിലി വേജ്. അപ്പോൾ ഈ ശരാശരി ഡെയിലി വേജ് വർദ്ധിപ്പിക്കാൻ ILO പറയുന്ന ഡീസൻറ്റ് വേജ്, ആ ഡീസൻറ്റ് വേജിലേക്ക് ഇന്ത്യൻ വേജ് സിസ്റ്റത്തെ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ്. അതായിരുന്നു ഒരു ലക്ഷ്യവും. മൻമോഹൻ സിംഗ് UPA ഗവൺമെൻറ് കാലത്ത് MGNREGP കൊണ്ടുവന്നപ്പോൾ, അതായത് നിലവിലിരിക്കുന്ന വേതന വ്യവസ്ഥയെ ഇങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് അന്ന് 182 രൂപയായിരുന്നു മിനിമം വേജ്. അതിലും താഴെയായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ വേജ്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നേടിയെടുക്കത്തക്ക രീതിയിലുള്ള അലോക്കേഷൻ 86,000 കോടിയിൽ നിന്ന് 1,86,000 കോടിയാക്കിയോ അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ നല്ല ഒരു ഹൈക്ക് അതിന് വേണം. ഇനി അത് മാത്രവുമല്ല, തൊഴിലുറപ്പ് പദ്ധതിയെ സാധാരണ നമ്മുടെ രാജ്യത്തെ എല്ലായിടത്തും തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ പറമ്പ് ക്ലിയറാക്കുക, അല്ലെങ്കിൽ മറ്റങ്ങനെ നിരവധി പണികൾക്ക് വേണ്ടി, അതായത് സ്വകാര്യ വ്യക്തികളുടെ ജോലികൾ നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുന്നത്. അത് വലിയ തെറ്റാണ്. എന്തുകൊണ്ടാണത് വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്? ഇത് ഗവൺമെൻറ് എവിടുന്നെങ്കിലും നോട്ടടിച്ച് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒന്നുമല്ല. ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനമാണ് ഇവർക്ക്, തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. ആ ശമ്പളം എങ്ങനെയാണ് കൊടുക്കുന്നത്? 90% കേന്ദ്രവും 10% സംസ്ഥാനവും എന്ന രീതിയിലാണ് അതിൻ്റെ പ്രപ്പോർഷൻ. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ് എന്നതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികൾ ആർക്കാ കിളയ്ക്കാൻ പറമ്പുള്ളത്? പണക്കാർക്കാണ്. അതായത് സാമ്പത്തിക ശേഷിയുടെ താഴെ തട്ടിലുള്ളവർക്കല്ല, അപ്പർ മിഡിൽ ടോപ്പ് അങ്ങനെയുള്ളവർക്കാണ് ഉള്ളത്. അവരുടെ പറമ്പ് കിളയ്ക്കാനല്ല ഈ പണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട പർപ്പസ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുക എന്നാണ്. ഇന്ന് തന്നെ വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ കരടി കടിച്ചു തിന്നു കാപ്പിത്തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ ഒരു ആദിവാസി സ്ത്രീയെ പകുതി തിന്നതിന് ശേഷമാണ് അവരുടെ ഡെഡ് ബോഡി പോലും കണ്ടെത്തിയത്. പഞ്ചാരക്കൊല്ലി, മാനന്തവാടി താലൂക്കിൽ പഞ്ചാരക്കൊല്ലി എന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സംസ്ഥാന ഗവൺമെൻറ് വാങ്ങുന്ന മൂലധനം, മേടിക്കുന്ന പണം മുഴുവനും റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇന്നലെ CAG പറഞ്ഞത് അതുതന്നെയാണ്. അങ്ങനെ മൂലധന ചെലവ്, അതായത് വന്യമൃഗ മനുഷ്യ സംഘർഷം ഉണ്ടാകാതിരിക്കാനായിട്ട്, ആന കടന്നു വരാതിരിക്കാൻ ട്രഞ്ച് നിർമ്മിക്കുക, ഇതുപോലെയുള്ള കരടി, പുലി, കാട്ടുപോത്ത് ഇങ്ങനെയുള്ള ജന്തുക്കൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി നല്ല കോൺക്രീറ്റ് മതിൽ, വലിയ പൊക്കത്തിലുള്ള വൻമതിൽ, ചൈനയുടെ വൻമതിൽ പോലെ വൻമതിൽ സൃഷ്ടിക്കുക. ഇതൊന്നും ചെയ്യാതെ, ഇവിടെ ഒന്നും മൂലധനം മുടക്കാതെ ഇരുന്നിട്ടാണ് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ അപകടത്തിലാകുന്നത്. എപ്പോഴും നമ്മൾ കേൾക്കുന്നു. അത് കേരളത്തിൽ വയനാട് ജില്ലയിലോ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ മാത്രമല്ല, ഇന്ത്യയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ, ഈ കർണാടകത്തിലുണ്ട് പ്രശ്നം. കർണാടകത്തിൽ തന്നെ ഗുണ്ടൽപേട്ടിലാണ് വലിയ മതിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു തരം വന്യജീവി ജനവാസ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. അതൊരു മാതൃകയാണ്. അപ്പോൾ അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് ഏറിയും കുറഞ്ഞും.
വനപ്രദേശമുള്ള കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതലാണ് ഈ ഭീഷണി. അപ്പോൾ എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ പണ്ടത്തെ പോലെ അല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്? വനമില്ല, വനത്തിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമില്ല, അവർക്ക് തീറ്റയില്ല, വെള്ളമില്ല. അപ്പോൾ അതൊക്കെ പുനഃസൃഷ്ടിച്ചു കൊടുക്കാനുള്ള ഒരേർപ്പാട്, ഈ മതിലുകൾ കെട്ടൽ പോലെയുള്ള ജോലികൾ ഇതെല്ലാം കുടുംബശ്രീക്കാരെ കൊണ്ട് ചെയ്യിക്കുക. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. ഞാൻ ഇതിന് മുൻപ് ഒരിക്കൽ CAG-യുമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ഇത് തന്നെ CAG-യോട് പറഞ്ഞിരുന്നു. CAG തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. എനിക്ക് അറിഞ്ഞുകൂടാ CAG അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബജറ്റിലൂടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അത് നടക്കൂ. കാരണം ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കേണ്ടത്. പക്ഷേ അവർക്ക് അത്രയും അതായത് അവരും ഒരു തരത്തിലും അജ്ഞരെന്നല്ല ഞാൻ പറയുന്നത്. അവരിതേപ്പറ്റി അത്രയധികം ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തി ചെയ്യിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇനിയുള്ളത് എഡ്യൂക്കേഷനും ഹെൽത്തുമാണ്. ഹെൽത്ത് സെക്ടറിന്, അതായത് 2017 മോദി ഗവൺമെൻറ്റിൻ്റെ തന്നെ ദേശീയ ആരോഗ്യ നയം 2017. ആ 2017 ദേശീയ ആരോഗ്യ നയത്തിൽ പറയുന്നത് GDP-യുടെ 2% കേന്ദ്ര ഗവൺമെൻറ്റും GSDP-യുടെ എന്ന് വെച്ചാൽ സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 8% ഓരോ സംസ്ഥാന ഗവൺമെൻറ്റും ആരോഗ്യ മേഖലയിൽ ഓരോ ബജറ്റിലും ചെലവഴിക്കണം എന്നാണ്. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ 0.27% മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിച്ചത്. അത് തികച്ചും അപര്യാപ്തമെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്നതിൻ്റെ ഫലമാണ് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്. വിശുദ്ധമെന്ന് പറയുന്ന ഗംഗാനദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഡെഡ് ബോഡീസ് ഒഴുകി നടക്കുന്നു. ഗംഗയിൽ മാത്രമല്ല, ജമുനയിലും അതുപോലുള്ള എല്ലാ വടക്കേ ഇന്ത്യൻ നദികളിലും ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഭേദപ്പെട്ട ആരോഗ്യ സംരക്ഷണമുള്ള തെക്കേ ഇന്ത്യയിൽ ഒറ്റ ജഡം പോലും നമ്മൾ കണ്ടില്ല. ഇവിടെ നമുക്ക് തെക്കേ ഇന്ത്യയിൽ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, സ്വകാര്യ ആശുപത്രികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യരംഗം പലവട്ടം മെച്ചമാണ് വടക്കേ ഇന്ത്യയിലേക്കാളും. അപ്പം ആരോഗ്യരംഗത്ത് വലിയ ചെലവഴിക്കലാണ് ഈ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് 2% എന്ന് നിയമം പാസ്സാക്കിയ സെൻട്രൽ ഗവൺമെൻറ് തന്നെ 0.27% ഒതുക്കി എന്നുള്ളത് വലിയ അപരാധമാണ്. അത് ആവർത്തിക്കപ്പെടാതെ 2%-മോ അതിലുപരിയോ ആരോഗ്യമേഖലയിലേക്ക് ചെലവഴിച്ച് ദേശത്തെല്ലാം പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ സാധ്യതകൾ എല്ലാം വർദ്ധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് വക കൊള്ളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അതുപോലെ തന്നെ വേറൊന്ന് ഉള്ളത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് തൊട്ട് 1986 വന്ന റിപ്പോർട്ടാണ് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട്. GDP-യുടെ 6% മാറ്റിവെക്കണം എന്നായിരുന്നു. പക്ഷേ എടുത്തു നോക്കൂ, 2024-25 ബജറ്റിൽ 0.38% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവിടുത്തെ യൂത്ത് എംപ്ലോയബിളായി തീരും? ഇത്ര പുവർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ കൊണ്ട് ഇന്ത്യയെ വികസിപ്പിക്കുമെന്ന് ഒരു മുദ്രാവാക്യം പോലെ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് എഡ്യൂക്കേഷൻ മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് 6% വരെ എങ്കിലും ആക്കണം. ചൈന അതിൽ കൂടുതലാണ്. വെറുതെ അല്ല, ചൈന അമേരിക്കയോട് കടപിടിക്കാൻ വേണ്ടി, അതായത് ടെക്നോളജി രംഗത്ത് അമേരിക്കയും അതിജീവിക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെത്ര ദുരവസ്ഥയിലാണെങ്കിൽ പോലും GDP-യുടെ 6% എഡ്യൂക്കേഷന് മാറ്റിവെച്ചിരിക്കും. അതാണ് ചൈനയുടെ പ്രത്യേകത. അതൊക്കെ കണ്ടുപഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, കർഷകർ സമരത്തിലായിരുന്നു വടക്കേ ഇന്ത്യയിൽ. അവസാനം എന്തൊക്കെയോ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക, അവരുമായിട്ട് ചർച്ചയാകാമെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യമായിട്ട് 2006 MSP മിനിമം സപ്പോർട്ട് പ്രൈസ് സമ്പ്രദായം നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് 2002 സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് 24 വിളകൾക്കാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉള്ളത്.
അത് ലീഗലൈസ് ചെയ്യണം എന്നൊരു ഡിമാൻഡ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലീഗലൈസ് ചെയ്യണമെന്ന് മാത്രവുമല്ല, അത് കുറച്ചും കൂടി പിന്നെ ഫലപ്രദമായിട്ട് റേസ് ചെയ്യണം. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ വർഷവും തന്നെ കുറേശ്ശെ വർദ്ധിപ്പിക്കാറുണ്ട്. പക്ഷേ ആ വർദ്ധിപ്പിക്കുന്നതിൻ്റെ റേറ്റ് ഇത്തിരി കൂടി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഹയർ റേറ്റിൽ വർധനവ് സാധ്യമാകണം എന്നാണ്. അത് മാത്രവുമല്ല, എനിക്ക് ആ റേറ്റ് അത്ര തന്നെയാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി പറയാനുള്ളത് കൂടുതൽ വിളകളെ MSPയുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആകെ 2 വിളകളേ ഉള്ളൂ MSP ലിസ്റ്റിലുള്ളത്. അതായത് കൊപ്രയും അതുപോലെ തന്നെ നെല്ലും. പിന്നെ പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ ധാരാളം പേര് കൃഷി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളുമുണ്ട്. ഉദാഹരണം നേന്ത്രപ്പഴം, അങ്ങനെ നോക്കിയാൽ ഒത്തിരി മറ്റ് പ്ലാന്റൻ, അതുപോലെ ഒത്തിരി സാധനം, അങ്ങനെയുള്ള കുറേ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട വിള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കി ഓരോ സംസ്ഥാനത്തിനും ഒരു 4-5 വിളകളുടെയെങ്കിലും സപ്പോർട്ട് പ്രൈസ് സൗകര്യം കിട്ടത്തക്ക രീതിയിൽ ഈ 44 എന്നുള്ളതിനെ 80 100 ഒക്കെ ആക്കി. കാരണം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ഒരുപാട് തരം വിളവൈവിധ്യമുള്ള രാജ്യമാണ്. ഈവൻ കേരളം തന്നെ വലിയ വിളവൈവിധ്യമുള്ള രാജ്യമാണ്. അപ്പം കൂടുതൽ വിളകളെ ആ MSP ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് കർഷകരെ സഹായിക്കണം. പിന്നെ ഒരു പോയിൻറ്റും കൂടി, കർഷകർക്ക് കൊടുക്കുന്ന അതായത് ഈ ഇൻഷുറൻസ്, അപകടം, അതായത് ഇങ്ങനെ വന്യമൃഗ സംഘർഷത്തിലുള്ള മരണമോ അല്ലെങ്കിൽ കൃഷിനാശമോ ഒക്കെ വരുമ്പോൾ കൊടുക്കുന്ന ഇൻഷുറൻസ് തുക ഒരു 5 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കാർഷിക മേഖലയിലൊക്കെ നടന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ജീവിതകാലം മുഴുവനും നാട്ടിലെ ജനങ്ങളെ ഊട്ടാനും തീറ്റാനും വേണ്ടി കഷ്ടപ്പെട്ടവർ. ഇപ്പോൾ പാലക്കാട്ടെയൊക്കെ കർഷകരോട് ചോദിച്ചാൽ അവർ പറയും എല്ലാവരും 60 കഴിഞ്ഞവരാണ് പാലക്കാട്ടെ കർഷകർ. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവിടെ മക്കൾ ആരും കൃഷിയിലേക്ക് വരികയില്ലെന്ന് പറയുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു മനസ്സിലാക്കേണ്ടത്, നമുക്ക് കൃഷിയെയും ഒരു വൈറ്റ് കോളർ ജോബ് പോലെ ആക്കി തീർക്കണം. കൃഷിയെ എങ്ങനെ വൈറ്റ് കോളർ ജോബാക്കി തീർക്കാം? അപ്പോൾ ഈ പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ അങ്ങോട്ട് പോകില്ല ആരും. കൃഷിയെ എങ്ങനെ ഒരു വൈറ്റ് കോളർ ജോബാക്കി തീർക്കാം? ഒന്നാമത് MSP ലിസ്റ്റിലേക്ക് അവയെ കൊണ്ടുവരിക. രണ്ടാമത് മൂല്യവർദ്ധിത ഉൽപ്പാദനത്തിനൊക്കെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള നടപടികൾ എടുക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ കൃഷിയെ വീണ്ടും നെഞ്ചോട് ചേർക്കാൻ മനുഷ്യർ സന്നദ്ധരാകും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറ കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ നമുക്ക് കൃഷി വീണ്ടും ചെയ്യാൻ പറ്റിയേക്കും. ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി റോബോട്ട്സിനെ ഉപയോഗിച്ച് നിലം ഉഴുകയും പിന്നെ വിതയ്ക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു അവസ്ഥ വന്നേക്കും. എങ്കിൽ പോലും നമ്മുടെ യുവാക്കൾ ഇവിടെ തന്നെ ഈ കൃഷിയും ഒരു വൈറ്റ് കോളർ ജോബാണ് എന്ന് പറഞ്ഞ് നിലകൊള്ളണമെങ്കിൽ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിക്കപ്പെടണം. ആ കാര്യത്തിൽ നിർമ്മല സീതാരാമൻ ഒരമ്മ കൂടിയായതുകൊണ്ട് ശ്രദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇനി അപ്പോൾ കേരളത്തെ പറ്റിയാണ് ഇതിനേക്കാൾ ഇനിയും ഉണ്ട് ഒരുപാട്. പക്ഷേ കേരളത്തെ പറ്റിയുള്ള മോഹങ്ങൾ പറയുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ കിട്ടണം. അത് എവിടെ കിട്ടണം എന്നുള്ളത് എനിക്കറിയാം. ചില സ്ഥലങ്ങളൊക്കെ വളരെ നല്ല സ്ഥലങ്ങളാണ്, ഒരു ചിലവുമില്ലാതെ കിട്ടാവുന്ന സ്ഥലങ്ങളാണ്. ഉദാഹരണത്തിന് വൈക്കത്ത് പൂട്ടിപ്പോയ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വലിയ ഏക്കറേജ് ഓഫ് ഭൂമിയുണ്ട്. അത് തന്നെ ഒരു IIMന് പറ്റുന്നതാണ്. അതിപ്പോൾ പ്രയോജനമില്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. മറ്റ് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള പല സ്ഥലങ്ങളും കാണും. അതൊക്കെ കളഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഏജൻറ്റിനെ വെച്ച് അന്വേഷിച്ച് ഇങ്ങനെയുള്ള ഈ വൈക്കത്ത് ഉണ്ട് എന്ന് ഞാൻ പറയുന്ന പൂട്ടിപ്പോയ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഭൂമി തന്നെ ഏറ്റെടുത്ത് അവിടെ ഈ ഒരു IIM കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ IIM കാസർഗോഡ് വേണം, IIM മലബാറിൽ വേണം എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. IIM സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരണം. വന്നു കഴിഞ്ഞാലുള്ള പ്രയോജനം കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ കിട്ടും. കാരണം നമുക്കിവിടെ മാറാവ്യാധികൾ, പുതിയ രോഗങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലൊക്കെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്കറിയാം പുതിയ രോഗങ്ങൾ ലോകത്ത് എവിടെയുണ്ടോ അതൊക്കെ കേരളത്തിലും വരുന്നുണ്ട്. മലയാളികൾ ഈ ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നതൊരു കാരണം. മറ്റൊരു കാരണം ഇവിടുത്തെ ഈ ജലസ്രോതസ്സുകളൊക്കെ പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഇവിടെ ഒരു IIMS വന്നാൽ തീർച്ചയായിട്ടും നിരീക്ഷണ ഗവേഷണങ്ങൾ നടക്കുകയും ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് മെഷേഴ്സും പിന്നെ ക്യൂറേറ്റീവ് മെഷേഴ്സും ഉരുത്തിരിഞ്ഞു വരാനും ആ IIM തന്നെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടും ഒരു IIM ഇവിടെ വേണം. പിന്നെ രണ്ടാമത് നമുക്കൊരു അർഹതയുണ്ട്. കാരണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം എന്നും 1-ാം സ്ഥാനത്താണ്. വെസ്റ്റേൺ കൺട്രീസിനെ പോലെ തന്നെയാണ് കേരളത്തിൻ്റെ കാര്യവും. അപ്പോൾ ആ കാരണം കൊണ്ട് നമുക്ക് അർഹതയുണ്ട്.
രണ്ടാമത്തെ കാരണം കൊണ്ട് നമുക്ക് വേണം, അത്യാവശ്യമാണ്. കാരണം ഈ രോഗങ്ങൾക്കൊക്കെ പ്രതിവിധി കണ്ടെത്താനായിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ കേരളത്തിന് ഈ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ശബരി റെയിൽ, അതുപോലെ വിഴിഞ്ഞം റെയിൽ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട്, അതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡ് മുതൽ അതുപോലെ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം മുതൽ എല്ലാം കിടക്കുകയാണ്, വെറുതെ കിടക്കുകയാണ്. പിന്നെ പോർട്ട് ഇപ്പോൾ കമ്മീഷൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങി. പക്ഷേ അതുകൊണ്ട് അവിടെ നിന്ന് തിരസ്കരിക്കപ്പെട്ടവർക്കാവട്ടെ ആർക്കും ഒരു പ്രയോജനവും കിട്ടാത്ത അവസ്ഥയാണ്. ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൺസേൺഡ് കമ്പനി അദാനി കമ്പനിക്കും ഒക്കെ കിട്ടുന്നുണ്ടാകും പ്രയോജനം, മറ്റാർക്കും പ്രയോജനം കിട്ടാത്ത ഒരവസ്ഥയാണ്. അത് മാറണമെങ്കിൽ അപ്രോച്ച് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ അത് പിന്നെ എങ്ങനെ ഏത് ഭൂമിക്ക് അടിയിലൂടെ ആകട്ടെ ഭൂമിക്ക് മുകളിലൂടെ ആകട്ടെ അത് നടന്നിരിക്കണം. അതുപോലെ സ്മാർട്ട് റോഡ് സിറ്റിക്ക് വേണ്ടിയുള്ള മറ്റു പിന്നെ സംവിധാനങ്ങളും ആക്കണം. കേരളം വലിയ ധനപ്രതിസന്ധിയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ കാര്യമായിട്ടൊന്നും നോക്കരുത്. അതുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റിലൂടെ വലിയ പ്രതീക്ഷ കേരളത്തിന് നൽകണം എന്ന് തന്നെയാണ് എൻ്റെ റിക്വസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണം, അതുപോലെ ഇവിടെ നിന്ന് കിടക്കുന്ന ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, ഹൈവേയ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണം എന്നാണ്. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് ഈ 60+ പോപ്പുലേഷൻ്റെ ഒരു ഇഷ്യൂ ആണ്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് 144 കോടി 17 ലക്ഷമാണ് ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ പോപ്പുലേഷനാണ്. 2023 ഓഗസ്റ്റിലെ പോപ്പുലേഷനാണ്. ഇപ്പോൾ അത് 145 കോടിയിലധികമായിട്ടുണ്ടാകും. അപ്പം അത്യാവശ്യമായിട്ടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് 60+ പോപ്പുലേഷൻ എൻ്റെ ഒരു ഇഷ്യൂ ആണ്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 7% 60+ പോപ്പുലേഷൻ. നേരെ മറിച്ച് കേരളത്തിൽ 17%-ലധികമാണ് 60+ പോപ്പുലേഷൻ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ 60+ പോപ്പുലേഷന് സിൽവർ ഡിവിഡൻറ്റ് ലഭ്യമാക്കാൻ കഴിയും, അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ. അതായത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരണം, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരണം, അവർക്ക് കിട്ടുന്ന ആരോഗ്യ പരിപാലനത്തിൽ മാറ്റം വരണം, അവർ ചെയ്യുന്ന എക്സർസൈസിൽ മാറ്റം വരണം. ഇങ്ങനെ കുറേ, ഇതൊന്നും റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് അല്ല. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഈ മാറ്റങ്ങളൊക്കെ 70-കാരെ 60-ലേക്കും 80-കാരെ 70-ലേക്കും 90-കാരെ 80-ലേക്കും താഴ്ത്തിക്കൊണ്ടുവരാൻ, പ്രായം കുറച്ച് കൊണ്ടുവരാൻ, അതായത് അവരുടെ ലോഞ്ചിവിറ്റി വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ജീവിതം സാധ്യമാക്കാനും കഴിയുന്ന ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ തന്നെ കൊണ്ടുവന്ന മില്ലറ്റ് റെവല്യൂഷൻ, ചെറുധാന്യ വിപ്ലവം, ആ ചെറുധാന്യ വിപ്ലവം ഈ പറയപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ വരെ സഹായകമാണ്. അതുപോലെ പോഷകാഹാര ദാരിദ്ര്യം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ള എല്ലാവരുടെയും പോഷകാഹാര ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിൽ ഏറ്റവും സഹായകരമാണ് ഈ മില്ലറ്റ് റെവല്യൂഷൻ അഥവാ ചെറുധാന്യ വിപ്ലവം. അപ്പം ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വേണ്ടത് ഈ 60+ പോപ്പുലേഷന് വേണ്ട രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കൊടുക്കാൻ, ജെറിയാട്രിക് കെയർ കൊടുക്കാൻ, അവർക്ക് വെൽനസ് സെൻറ്റേഴ്സ്, അവർക്ക് ഒത്തുചേരാനുള്ള സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ. അത് മാത്രവുമല്ല, ഇവരിൽ പലരും വളരെ പ്രഗത്ഭരാണ്. അവരുടെ ബുദ്ധിവൈഭവവും അതുപോലെ തന്നെ അവർ ജോലിയിലിരുന്ന ആ ജോലിയിലുണ്ടായിരുന്ന പ്രാഗൽഭ്യവും ഒക്കെ വീണ്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഇവരെ പ്രയോജനപ്പെടുത്താമോ അവിടെയൊക്കെ അവരെ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്തുകൊണ്ട് അവരെ വളരെ സന്തോഷകരമായ ഒരു ലൈഫ്, ഒരു പുതിയ ജീവിതം, അതായത് പ്രായമായി എന്ന് വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പാക്കേജായിട്ട് ജെറിയാട്രി 60+ പോപ്പുലേഷന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.